അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 11ാമത്തെ പാഠഭാഗമായ അസ്സിദ്ഖ് ആണ്. അദ്ദറസുൽ ഹാദി അശറ അസ്സിദ്ഖ്. നാം സത്യം മാത്രമേ പറയാവൂ. സത്യവിശ്വാസി സത്യസന്ധനായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു, ഒരു മുഅ്മിൻ ഭീരുവാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആകാം. മുഅ്മിൻ പിശുക്കനാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാം. എന്നാൽ മുഅ്മിൻ നുണ പറയുന്നവനാകുമോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല. അസത്യം പറയലും ഈമാനും തമ്മിൽ യോജിക്കുകയില്ലെന്ന് സാരം. ഏറ്റവും വലിയ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചെറുപ്പം മുതൽ തന്നെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ വിശ്വസ്തൻ, അസ്വാദിഖ് സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്നു. വാക്കുകളിലും പ്രവൃത്തികളിലും നാം സത്യസന്ധത പുലർത്തണം. സത്യസന്ധതയും വിശ്വസ്തതയും ഈമാൻ ഉള്ളവരിലുണ്ടാകേണ്ട സദ്ഗുണങ്ങളാണ്. കളവ് പറയൽ, കള്ളസത്യം ചെയ്യൽ, ഇടപാടുകളിൽ വഞ്ചന നടത്തൽ, പൂഴ്ത്തിവെക്കൽ, വാഗ്ദാന ലംഘനം മുതലായവ അതിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സത്യസന്ധത നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. കളവ് പറയൽ ദുർമാർഗത്തിലേക്കും, ദുർമാർഗം നരകത്തിലേക്കും നയിക്കും. തമാശയ്ക്ക് പോലും കളവ് പറയരുത്. നിറവേറ്റാൻ കഴിയാത്ത വാഗ്ദാനങ്ങളും ചെയ്യരുത്. എന്ത് നഷ്ടം സംഭവിച്ചാലും കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായാലും സത്യത്തെ മുറുകെ പിടിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈക്കും ബിസ്സിദ്ഖി ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്നത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സത്യസന്ധത നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. കളവ് പറയൽ ദുർമാർഗത്തിലേക്കും, ദുർമാർഗം നരകത്തിലേക്കും നയിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ സത്യം മാത്രമേ പറയാവൂ, അല്ലേ? ഒരു സത്യവിശ്വാസി സത്യസന്ധനായിരിക്കും. അദ്ദേഹം കളവ് പറയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു, ഒരു മുഅ്മിൻ ഭീരുവാകുമോ? മുഅ്മിൻ പിശുക്കനാകുമോ? മുഅ്മിൻ നുണ പറയുന്നവനാകുമോ? ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും നബി തങ്ങൾ ആകാം എന്ന് മറുപടി നൽകി. ഒരു മുഅ്മിൻ ഭീരുവാകാം, ഒരു മുഅ്മിൻ പിശുക്കനുമാകാം. എന്നാൽ ഒരിക്കലും ഒരു മുഅ്മിൻ നുണ പറയുന്നവനാവുകയില്ല. എന്താണ് അതിൻ്റെ സാരം? അസത്യം പറയലും ഈമാനും തമ്മിൽ യോജിക്കുന്നില്ല. ഇതാണ് ഈ സംഭാഷണത്തിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽ തന്നെ അൽ അമീൻ എന്നും അസ്സാദിഖ് എന്നും വിളിപ്പേരുകൾക്ക് ഉടമയായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു. കളവ് പറയൽ, കള്ളസത്യം ചെയ്യൽ, ഇടപാടുകളിൽ വഞ്ചന നടത്തൽ, പൂഴ്ത്തിവെക്കൽ, വാഗ്ദാന ലംഘനം മുതലായവ സത്യസന്ധതയ്ക്കെതിരാണ്. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുകയും കളവ് പറയൽ ദുർമാർഗത്തിലേക്കും, ദുർമാർഗം നരകത്തിലേക്കും നയിക്കുകയും ചെയ്യുമെന്ന്. തമാശയ്ക്ക് പോലും നാം കളവ് പറയാൻ പാടില്ല എന്നാണ്. നിറവേറ്റാൻ കഴിയാത്ത വാഗ്ദാനങ്ങളും നാം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉമ്മമാർ കുഞ്ഞുമക്കളെ ഓരോ കാര്യങ്ങൾ തരാം എന്ന് പറഞ്ഞ് ആഹാരം കഴിപ്പിക്കുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ ചോറും കൂടെ കഴിച്ചാൽ മിഠായി തരാം എന്നെങ്കിലും പറയാത്ത ഉമ്മമാർ കാണില്ലല്ലോ. പക്ഷേ നമ്മുടെ കയ്യിൽ യഥാർത്ഥമായും ആ മിഠായി കൊടുക്കാനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് 2 ഫലങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, കളവ്. നമ്മുടെ കയ്യിൽ മിഠായി ഇല്ല, പക്ഷേ നമ്മളത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കളവാണ്, അല്ലേ? മിഠായി ഇല്ലല്ലോ, അത് കള്ളമല്ലേ? രണ്ടാമത്തേത്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിച്ചില്ല. ഇല്ലാത്ത മിഠായി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അത് വാഗ്ദാന ലംഘനവുമായി, അല്ലേ? അപ്പോൾ ഇനി മുതൽ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
കയ്യിൽ മിഠായി ഉണ്ടെങ്കിൽ മാത്രമേ മിഠായി തരാമെന്ന് പറഞ്ഞു പറ്റിക്കാതെ കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാവൂ കേട്ടോ. മറ്റൊരു കാര്യം, നമ്മൾ തമാശയ്ക്ക് പോലും കളവ് പറയരുത് എന്നാണ്. ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടി കിട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മക്കൾ കള്ളം പറയാറുണ്ട് അല്ലേ. ഇപ്പം ഒരു ദിവസം സ്കൂളിൽ പോയില്ല, എന്താ മോനെ വരാത്തെ, അല്ലെങ്കിൽ എന്താ മോളെ വരാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് സ്കൂളിൽ പോകാതിരുന്നത് എങ്കിൽ നമ്മൾ കളവ് പറയും അല്ലേ. സുഖമില്ലായിരുന്നു എന്നോ എന്തെങ്കിലും ഒരു കള്ളം പറയും. താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷേ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ നമ്മുടെ ചുമലിൽ 2 മലക്കുകൾ ഇരിപ്പുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സത്യം പറഞ്ഞ് അടി വാങ്ങണോ അതോ കളവ് പറഞ്ഞ് നാളെ മഹ്ശറയിൽ പോയി അതിന് അള്ളാഹുവിനോട് മറുപടി പറയണോ എന്ന്. സത്യം പറയുന്ന കുട്ടികളോട് അധ്യാപകർ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ കളവ് പറയുന്നവരോട് അള്ളാഹു ക്ഷമിക്കണമെന്നില്ല അല്ലേ. എന്നാൽ നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റവും നന്നായി പുറത്തു തരുന്നവനാണ് ആര്? അള്ളാഹു. എങ്ങനെ? നമ്മൾ തൗബ ചെയ്യുന്നതിലൂടെ, പശ്ചാത്തപിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു പുറത്തു തരും. പക്ഷേ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. 1. മുഅ്മിൻ കളവ് പറയുന്നവനാകുമോ? ഉത്തരം ഇല്ല. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ചെറുപ്പം മുതൽ വിളിച്ചിരുന്നത് എന്ത്? അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നും. 3. ഈമാനുള്ളവരിൽ ഉണ്ടാകേണ്ട 2 സദ്ഗുണങ്ങളേവ? സത്യസന്ധതയും വിശ്വസ്തതയും. 4. സത്യസന്ധതയ്ക്ക് എതിരാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? കളവ് പറയൽ, കള്ളസത്യം ചെയ്യൽ, ഇടപാടുകളിൽ വഞ്ചന നടത്തൽ, പൂഴ്ത്തിവെക്കൽ, വാഗ്ദാന ലംഘനം മുതലായവ സത്യസന്ധതയ്ക്ക് എതിരാണ്. 2. പൂരിപ്പിക്കുക. 1. സത്യവിശ്വാസി ഡാഷ് ആയിരിക്കണം. സത്യസന്ധനായിരിക്കണം. 2. വാക്കുകളിലും പ്രവൃത്തികളിലും നാം ഡാഷ് പുലർത്തണം. സത്യസന്ധത പുലർത്തണം. 3. സത്യസന്ധത ഡാഷിലേക്ക് നയിക്കും, നന്മയിലേക്ക് നയിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമല്ലോ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.